എൻ്റെ പെരിയോനെ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു നോമ്പറ കിട്ടിയപ്പോൾ നോമ്പ് തീരാനായി. അപ്പം പിന്നെ വീണ്ടും ഒരു നോമ്പറ കിട്ടി. നോമ്പറ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ ഇന്ന് നോമ്പറയാം. അപ്പം ഇന്നലെ എൻ്റെ ക്ലബ്ബിൽ നോമ്പറ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്. ആ സമയത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു, വരണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ അതും ചെറിയ വ്ളോഗാ, ഇതും ചെറിയ വ്ളോഗാ. നമ്മളൊന്ന് പോയി നോമ്പൊക്കെ തുറന്ന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ട്. പിന്നെ ഇന്നലത്തെ വ്ളോഗില് കണ്ടതുപോലെ ആക്ച്വലി ഞാൻ ഈ ഐ മീൻ കൂടെയുള്ളവരെ ട്രോളെന്ന് ചിലരെന്നോട് പറഞ്ഞ് നിങ്ങൾ എന്താ കുറെ പേര് എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കണ്ടിട്ട് ഇൻസ്റ്റയിലൊക്കെ നിങ്ങളങ്ങനെ എന്തിനാ കളിയാക്കുന്നത്? ആക്ച്വലി ഇത് കളിയാക്കലല്ല. നമ്മൾ എൻ്റെ ക്ലബിൻ്റെ പരിധിയിലുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവർക്ക് ഞങ്ങൾ പരസ്പരം തമാശ കളിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാനതിലൊരു ചെക്കനെ കൊറിയൻ ലുക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലോ പറയുന്നുണ്ട്. അത് പക്ഷെ അവരും ഞാനും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞങ്ങൾ ഇതിനേക്കാളും വലിയ ഊക്കൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും റേസിസോ വേറൊന്നും കാണിച്ചതല്ല. അത് ഒരു നെഗറ്റീവായിട്ട് തോന്നരുത്. നമ്മൾ ഫ്രണ്ട്സിനിടയിൽ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്നെക്കാളും എൻ്റെ അനിയൻ്റെ ഒക്കെ സുഹൃത്താണ്. പക്ഷെ ഞാനതൊരു ആ ഒരു അണ്ടർസ്റ്റാൻഡിൽ എടുത്തു കൊണ്ടുപോവാണ്. നമ്മളെ ക്ലബിന്റെ അത്യാവശ്യമുള്ള കാരണം ഇന്നലത്തെ മൊത്തത്തിൽ നോമ്പറ ഞങ്ങൾ കൊണ്ടുപോയി. അതാണ്. പിന്നെ ഒരു തമാശ, എല്ലാവരോടും കളിക്കുന്ന ഒരു രീതിയിലുള്ള തമാശ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് നെഗറ്റീവായിട്ട് തോന്നരുത്. അത് നമ്മളെ അറിയുന്ന ആൾക്കാരോടെ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും. എനിക്ക് അറിയാവുന്ന, എനിക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ളവരോട് ഞാൻ ആ രീതിയിൽ സംസാരിക്കാറുള്ളൂ. ഓക്കെ, ഞാനെത്തുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. നമ്മൾ പിന്നെ ഷാർപ്പ് ടൈമാണ്. കരിമണി ഓരോന്നായിട്ട് ചലത്തെങ്കിലും ആവോ? തീരോ ഇന്ന്? ടൈമുണ്ട്. പപ്പായേ തുടങ്ങിയത്ര അതിന് ഇത് ഞങ്ങളെ കുദാ സായിദിന്റെ ഇക്കയാണ്. പൃഥ്വിരാജിന്റെ കട്ടില്ലേ? ഓക്കെ, പോയിട്ട് വാ. ഇതാണ് കേട്ടോ നമ്മളെ പള്ളിയിലെ ഉസ്താദ്. അങ്ങനെ ആളുകളൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ഞാൻ എൻ്റെതായ പണിയും തുടങ്ങി. ഞങ്ങള് മല്ലു കൊറിയനെത്തി. തിരിയണ്ട കളി കഴിഞ്ഞ പാട് വന്നതാ. ഓറഞ്ച് വലൈക്കും സലാം. സലാം ചെലുത്തേ. എന്ത് നോമ്പറക്കല്ലേ? പിന്നെ ഇവിടെ നല്ല മട്ടന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. യാറങ്ങനെ വന്ന മട്ടന്റെ ഉണ്ട്. മട്ടന്റെ അലീസ മറ്റന്റെ എന്തിനാ വേറെ അല്ല ഒരു സംഭവം ഉണ്ടെന്ന് ചെന്നിട്ട് അങ്ങനെ ഞാൻ ഒന്ന് റൈസിനെ കണ്ടോന്നു പ്രസിഡന്റ്. എടാ നിന്നെ ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞു, നിനക്ക് ഫീൽ ചെയ്തിനാ? ചോദിച്ചു ഇല്ലല്ലോ. സന്തോഷം. അതെല്ലാം ഉണ്ടാവും. എടാ നിന്നെക്കാള് 2 വയസ്സ് ഇളയത് ഞാൻ ഇങ്ങനത്തെ 2 ആക്കിട്ടായി. നീ എന്താക്കിരാ? ചെല്ലറാ ലൈൻ കട്ട് ഈമാനണ്ടപ്പാ. അങ്ങനെ കുറച്ച് തമാശയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പറയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാനും പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്ന് അവരുടെ കൂടെയുള്ള ഫോട്ടോ എടുപ്പ്, പിന്നെ ആൾക്കാരൊക്കെ നോമ്പറൊക്കെ ഉള്ള സെറ്റിലായി. എന്ത് കേട്ടല്ലടാ? അങ്ങനെ ഇസാന് നോമ്പ് പറഞ്ഞല്ലേ? നോമ്പുണ്ടാ? വലിയ നോമ്പാ ചെറിയ നോമ്പാ?
അപ്പൊ ഗൈസ് 2026 നമ്മുടെ നോമ്പ് നമ്മ ഇവിടെ പറഞ്ഞു ഈദായിരിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്.